സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൽ അനേക യഹൂദന്മാരുണ്ട്. പക്ഷെങ്കിൽ യഹൂദന്മാരെന്ന് നടിച്ച് ഭക്തിയുടെ വേഷം കെട്ടി നടക്കുന്നവന്മാർ അനേകരുണ്ട്. ഭക്തിയിൽ നടക്കുന്ന യഹൂദന്മാർ അവരെല്ലാം നിത്യജീവൻ അവകാശികളാണ്. ആ യഹൂദന്മാരൊഴികെ ബാക്കി എല്ലാവരും അവരുടെ ആത്മാവ് മരണത്തിലാണ്. 99% ആൾക്കാരും ഇവിടെയും ആത്മാവ് മരണപ്പെട്ട് നടക്കുകയാണ്. കാര്യം ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ ആ നിത്യജീവൻ, ആ ആത്മാവിനെ നിത്യജീവൻ പ്രാപിക്കണമെന്നില്ലാതെ ആത്മാവിന് വേണ്ടത് നൽകാതെ ജഡത്തിൻ്റെ ചിന്തയും ജഡത്തിൻ്റെ മോഹങ്ങളൊക്കെ ആയിട്ട് ദ്രവ്യാഗ്രഹ മോഹങ്ങളാൽ ജഡത്തിനെ കാത്തു പരിപാലിക്കുന്നു. ആത്മാവിന് വേണ്ടത് നൽകുന്നില്ല. ആത്മാവ് നിത്യജീവൻ, ആ നിത്യജീവന് വേണ്ടി നമ്മുടെ ശരീരത്ത് ഈ ജഡത്തിൽ വസിക്കുന്ന ആത്മാവ് അത് നിത്യജീവനിലേക്ക് പോകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മരണപ്പെട്ട് ഓരോരുത്തരുടെയും അന്ത്യനാളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിലൊരു അന്ത്യനാൾ കർത്താവ് വെച്ചിട്ടുണ്ട്. ആ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ ഒടുവിൽ അന്ത്യനാൾ ഈ ലോകം മുഴുവനും അത് സംഭവിക്കും. പക്ഷെങ്കിൽ ജഡത്തിൽ വസിച്ചുകൊണ്ട് ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അന്ത്യനാൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തികെട്ട ദ്രവ്യാഗ്രഹ മോഹങ്ങളാൽ ജഡത്തിൻ്റെ മോഹങ്ങളാൽ അനേകർ സുവിശേഷം പറഞ്ഞ് പലരെയും തെറ്റിച്ച് കളയുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നോ ദൈവത്തിൻ്റെ പാതയിൽ കൂടെ നടക്കണമെന്നോ ദൈവാത്മാവിനാൽ നടക്കണമെന്നോ ഒന്നും യാതൊരു വിചാരവുമില്ല. എല്ലാവരും ഈ ജഡത്തിൻ്റെ മോഹങ്ങളാൽ ദ്രവ്യാഗ്രഹ മോഹങ്ങളാൽ ഈ ലോകത്ത് ജീവിച്ച് സുഖിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് അകത്തിരുന്ന് കരയുകയാണ്. അയ്യോ, എന്നെ യാതന സ്ഥലത്ത് വിടല്ലേ, എന്നെ ആ പിശാചിൻ്റെ രാജ്യത്തോട്ട് വിടല്ലേ എന്നും പറഞ്ഞ് കരയുന്നിരുന്നു. ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവാത്മാവിൽ നടക്കണം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം നടക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്ത്യന്യായവിധിയിൽ ഒരു ശരീരം ഈ ആത്മാവിന് വേണ്ടി ഒരുക്കും. അത് തേജസ്സുള്ള ശരീരമാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ പോകും. ആ ശരീരം യാതന സ്ഥലത്ത് പോകാതെ എല്ലാവർക്കും ഒരു ശരീരം ഒരുക്കും. അത് തേജസ്സില്ലെങ്കിൽ പിന്നെ ആ യാതന സ്ഥലത്ത് ആ ശരീരം കിടന്ന് ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക. 10 കൽപ്പനകൾ തന്നിട്ടുണ്ട് നമുക്ക്, അതനുസരിക്കണം. അതിനകത്താണ് ശബത്ത് എന്ന സ്വസ്ഥത പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാവരും അനുസരിക്കുക തന്നെ വേണം. അന്ത്യനാൾ ഓരോരുത്തരുടെയും അന്ത്യനാൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ട് യാതന സ്ഥലത്തിരിക്കുകയാണ് ആത്മാക്കൾ. അന്ത്യനാളിൽ ഇത് ന്യായവിധിക്ക് പുതിയൊരു ശരീരം ഒരുക്കും. ആ ശരീരം തേജസ്സുള്ള ശരീരമായി അന്ത്യനാളിൽ അനേക കോടി വർഷങ്ങൾ ജീവിച്ചാലും മരണപ്പെടാത്ത ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.